നമുക്കടിച്ച രണ്ട് മീനിൻ്റെ പൂരിപ്പോയി. കേട്ടോ, നമുക്ക് മീൻ ഹുക്കപ്പ് ആയിട്ടുണ്ട്. ടീച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ, എടുക്കുക എന്ന് പറയുന്നു. ആ കുഴപ്പം ഇവിടുത്തെ കണ്ടോ. ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിത് പുതിയൊരു സ്പോട്ട് തപ്പി വന്നിരിക്കുകയാണ്. നമ്മുടെ കൂട്ടാൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു കുളമാണ്. അപ്പം നമ്മൾ സ്പോട്ട് തപ്പി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കിവിടെ മീൻ അടിച്ചു, പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ അകത്ത് കിടക്കുന്ന വീഡിയോസ് എല്ലാം ഒന്ന് ഡിലീറ്റ് ആയി. സോ നമ്മൾ വൈകുന്നേരം എത്തിയിട്ടുണ്ട്, മഴക്കോളൊക്കെ വരുന്നുണ്ട്. സോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഏരിയ. അപ്പോൾ നമുക്കിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുമോ നോക്കാം. പിന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ട്രൈ നോക്കാം. കുറച്ചും ചുമ്മാ അല്ല, ഉണ്ണിയുടെ അപ്പച്ചന് വയ്യാത്തോണ്ട് വാ. ചേട്ടാ ഇവിടെ സ്ഥലം ഉണ്ടല്ലേ? അയ്യേ, ഞങ്ങളവനെ തിരിച്ചു വിട്ടിരിക്കുന്നു. പോയില്ല, വെള്ളത്തിടാം. ഫസ്റ്റ് വരാൽ അതിന് വെള്ളത്തിട്ടേക്കടാ. എടാ ഇവിടെ നിന്നല്ലേ പഠിക്കും കേട്ടോ. അതിനിട്ട് വിട്ടോ നീ വിട്ടോ. മേലെ ഒരു സ്റ്റിക്കർ അടിക്കരുത്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇറങ്ങിയപ്പം നമുക്ക് ഒരു ചെറിയ വരാലിനെ കിട്ടി. 1-2-3 മിസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റിയില്ല, മഴക്കോളൊക്കെ ആയിരുന്നു. പിന്നെ കയറി, പിന്നെ ഇപ്പോഴത്തെ ഇടിവെട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ അധികം നിൽക്കാതിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഈ രാവിലെ നമ്മുടെ വേറൊരു സ്പോട്ട്, ഈ സ്പോട്ടിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മീൻ പിടിച്ചിട്ട് ഉള്ളൊരു ഏരിയയാണ്. കാരണം ഗ്യാപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. കഴിഞ്ഞിടയ്ക്കൊക്കെ വന്നപ്പോൾ ഇവിടെ നിന്ന് മീനെ അടിച്ചില്ല. അപ്പം നമുക്ക് വേറെ പോകാൻ സ്പോട്ടുകളേ ഇല്ല. പിന്നെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. വല്ലതും കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം. ആ ഒരു പ്രതീക്ഷയിൽ ഇറങ്ങിയിരിക്കുകയാണ്. നോക്കാം. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് നോക്കാം. ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഒരു ചൈനീസ് ഫ്രോഗാണ്. ചൈനീസ് അല്ല, നമ്മുടെ ഒരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ്. ഇതധികം നമ്മൾ ദിവസം മീൻ പിടിച്ചിട്ടില്ല. നമുക്ക് പണ്ട് റിവ്യൂ ചെയ്യാൻ തന്നതാണ്. പിന്നെ നമ്മൾ മീൻ പിടിച്ച് നോക്കിയിട്ടില്ല അധികം ഇത് വെച്ച്. നോക്കിയപ്പം നമ്മുടെ ബാഗിനകത്തിരുന്നപ്പം ഇച്ചിരി കട്ടി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അറിയത്തില്ല, അതെ കട്ടിയുണ്ടിത്. അപ്പം മീൻ അടിച്ചാൽ കയറുമോ എനിക്ക് ഡൗട്ടാണ്. അപ്പം നമുക്ക് നോക്കാം. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമല്ലോ. നോക്കാം. ഫിഷ് ഓൺ. ഓക്കെ, കയറിയിട്ടുണ്ട്. ഫസ്റ്റ് വരാൽ നമ്മുടെ പുതിയ ഫ്രോഗ്. ഇത് ഈ കമ്പനിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒത്തിരി നാളായി ഇവരെ നമുക്ക് തന്നിട്ട്.
ഇതിന് ഇറങ്ങുമായിരിക്കും. ഞാൻ പിന്നെ റിവ്യൂ ഒന്നും വേറെ കൊടുത്തിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. നമുക്ക് മീൻ ഹുക്കപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എടുക്കാൻ തൽക്കാലം. അപ്പം നമ്മുടെ ഫ്രോഗിലെ ആദ്യത്തെ മീൻ ഒരാൾ കയറിയിട്ടുണ്ട്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പം നമുക്കിനിയും നോക്കാം. ചെറുതാട്ടോ, ചെറുതാണ്. കൊള്ളാം. ചെറുതാണെങ്കിലും ഞാൻ എടുക്കുക. ഇന്ന് കിട്ടുന്ന വരാലുകളെ ഒന്നും നമ്മൾ കളയുന്നില്ല. ചെറുതാണേലും ചെറുതാട്ടോ, സ്മോൾ ടൈപ്പ് എടുക്കുക കേട്ടോ. അപ്പം നമ്മൾ രണ്ടാമത് അടിച്ചത് നമുക്ക് മിസ്സായിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അത് വലിയൊരു കാര്യമാണ്. ചെറുതാണേലും നമുക്ക് നോക്കാം. വലിച്ചു പോയി, മീൻ പോയി, കുടുങ്ങി. കുട്ടി ചെയ്യാൻ അവരാതും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാട്ട്. നമ്മളൊരു ഫ്രോഗ് നമ്മൾ ബലി കൊടുത്തിട്ടുണ്ട് നെറ്റിൽ. ഒന്നാമത്തെ കാര്യം ഫുള്ള് നെറ്റ് എന്തോ. പക്ഷെ മീനുണ്ട്, അടിക്കും. പക്ഷെ നമുക്ക് അങ്ങോട്ടങ്ങ് നിൽക്കാനോ ഇവിടെ ഇറങ്ങി നിൽക്കാനോ ഒരു ഓപ്ഷൻ ഇല്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ പൊട്ടിയ ഷോൺ കുഴപ്പമില്ലാത്തത്. അപ്പം നമ്മുടെ ഒരു ഫ്രോഗ് പോയി. നമ്മളിപ്പം പിടിച്ചത് നമ്മുടെ ഹണ്ടറിലാണ്. ഹണ്ടറിൻ്റെ ഇസഡെക്സിലാണ് ഞാനിപ്പോൾ മേടിച്ച് കയറ്റിയത്. എന്താ കാര്യം, വലയെല്ലാം ആയതുകൊണ്ട് വളരെയധികം റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് നമുക്ക്. ഈ ആശാന ടീച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ, എടുക്കുക എന്ന് പറയുന്നു. ഓ, തുറക്കട മോനെ. ഓക്കെ, ഫൈൻ.
തൈര് ഇതാ കുഴപ്പം ഇവിടുത്തെ കണ്ടോ, ഇവിടുത്തേക്ക് കുഴപ്പപ്പരുടി ഇതാ ഫുള്ള് നെറ്റാണ്. ഇത് തന്നെ എന്തോ അടുത്ത് കിടന്നുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റി. ഇതൊരു ചെറിയ ഞോക്കാണ്ടിയാണ്. ഞാൻ ഒന്നിനും തിരിച്ച് വിടുന്നില്ല എന്നൊക്കെ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു. ബട്ട് നമ്മൾ ഇവനെ വിടുവാണ്. ഈ ചെറിയ ഞോക്കാണ്ടി നമുക്ക് വേണ്ട. നീ വളർന്നിട്ട് എൻ്റെ ചൂണ്ടയിൽ തന്നെ പിന്നീട് വന്ന് പിടിക്കണം കേട്ടോ. അയ്യോ പരിക്കൊണ്ട് ചെറിയ കീറിയതാണ്. ജീവിക്കുമല്ലോ എനിക്കറിയത്തില്ല. ഞാൻ എടുക്കുന്നില്ല, എന്തായാലും ഞാൻ വിട്ടു. ജീവിച്ചാൽ ജീവിച്ചു, വെറുതെ ഞാനായിട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊല്ലുന്നില്ല. അപ്പോൾ സ്വയം ചാവുന്നേ ചാവട്ടെ. പൂവിട്ട് കൊടുത്തു. നമ്മളിതേ അങ്ങനെ അടുത്തൊരു ദിവസം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നും കൂടെ മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ടൊരു വീഡിയോ ഇടാം എന്നുള്ള പ്ലാനാണ്. നമുക്ക് ഇന്നലെ ഒരു 3, കഴിഞ്ഞ ദിവസം എത്രയായിരുന്നു, 1 2 കണ്ട് ചെറുത് കിട്ടി. അപ്പം എല്ലാം കൂടി ചേർത്തിട്ട് വീഡിയോ ഇടാനാണ് പ്ലാൻ. അപ്പോൾ ഇന്നിവിടെ കിട്ടുവാണെങ്കിൽ ഒരു നല്ലൊരിതായിരിക്കും. നമുക്കെന്തായാലും നോക്കാം. നമ്മുടെ പഴയ സ്പോട്ട് തന്നെ ഇത്. അയ്യോ രണ്ട് തവണ കിട്ടില്ല, എടുത്തില്ലല്ലോ. നമ്മുടെ ഫസ്റ്റ് വരാൽ തീരെ ചെറുതല്ല, ഒരു ഇടത്തരമൊന്നുമല്ല. തൽക്കാലം ഇതിനെ എടുക്കാൻ പറ്റി വരും. ഇതൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഇതൊക്കെ എടുത്തേക്കാം. പോകല്ലേ. വാട്ട് എ ഹുക്കപ്പ് ആൻഡ് ക്യാച്ചപ്പ്. നമ്മുടെ രണ്ടാമത്തെ, പക്ഷെ ചെറുതാണ് കേട്ടോ. പക്ഷെ അവൻ്റെ അടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് വിൽക്കുന്നതാണ്. അൺഫോർച്യുനേറ്റ്ലി പക്ഷെ ചെറുതാണ്, സാരമില്ല, നമുക്കിനി എടുക്കാം. ചെറുതെന്ന് വെച്ചാൽ മറ്റാദ്യം കിട്ടുന്നതിനേക്കാളും സ്വല്പം വരുന്നുണ്ട് കേട്ടോ, വലുതായിട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഇച്ചിരി വലുതായിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ ഒരു അടി അടിക്കുമ്പോൾ സ്വല്പം വലുതിനെ പ്രതീക്ഷിച്ചത്. ആ കമ്പയിൽ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു, സത്യം പറഞ്ഞാൽ വലിച്ചെന്ന് വിചാരിച്ചു. കിട്ടി കേട്ടോ. ഭയങ്കര റിസ്ക്കാണ് അവിടെ നിന്നൊക്കെ അടിച്ച. നമ്മൾ രണ്ടാമത്തവനെ നമ്മളെ പിടിച്ച് കൊല്ലിയിൽ താഴോട്ടന്മാർ പോവോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് നമ്മുടെ V6-ൻ്റെ എസ്സാണ്, സ്മോള്. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മൾ കുറേ കാസ്റ്റ് ചെയ്തു. നമുക്ക് അവസാനം മീനൊന്നും അടിച്ചില്ല. അവസാനം ഏകദേശം 9 മണി നമ്മൾ കുറേ കാസ്റ്റ് ചെയ്തു. അപ്പം മീനൊന്നും അടിക്കാൻ തന്നെ നമ്മൾ എന്ത് ഇവിടെ നിന്ന് കയറുവാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ 1 ദിവസം വീഡിയോ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പം അടുത്തൊരു ദിവസം നമുക്ക് നല്ലൊരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സിനും അവർക്കും ടാറ്റ. കാരണം സ്പോട്ടുകളൊന്നും ഇല്ല, വളരെ ശോകമാണ്, അറിയാമല്ലോ, എല്ലായിടും ഇങ്ങനെയാണ്. നമുക്കടിച്ച രണ്ട് മീൻ ഊരിപ്പോയി. ഞാനിവിടെ കെട്ടിയിട്ടിട്ട് പോയതാണ്, പക്ഷെ വന്നപ്പോഴത്തേക്ക് സാധനമില്ല. എന്തോ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. എന്തായാലും അവന്മാർക്ക് ഭാഗ്യമുള്ളവന്മാരാണ്. എന്തായാലും പോയി, പറഞ്ഞിട്ട് കാര്യമില്ല.